പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുന്നത് ഒരു തകർന്ന ലോകത്തിലാണല്ലോ. ശ്വാസം മുട്ടിക്കുന്ന ഒരു സംസ്കാരം. ദി കൾച്ചർ ഓഫ് ഡെത്ത് ഈസ് prevalent. അതിനേക്കാൾ പരിതാപകരമായിട്ടുള്ളത് ഈ ശ്വാസം മുട്ടൽ ഇന്നൊരു ജീവിത രീതിയായി മാറിയിരിക്കുന്നു, നാം അറിയാതെ തന്നെ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് യേശു പ്രഖ്യാപിച്ച സ്നേഹത്തിൻ്റെ സന്ദേശം പ്രസക്തവും അടിയന്തരവുമായി തീരുന്നത്. ആധുനിക ജീവിതത്തിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന കോണുകളിലേക്ക് അതിൻ്റെ അലയടികൾ ഒഴുകിയെത്തേണ്ടതാണ്. ഈ ലോകം നവോന്മേഷം പകരുന്ന വായു ശ്വസിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 13:35, നിങ്ങളിൽ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും എന്ന്. ഈ സ്നേഹമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ ലോകം അർഹിക്കുന്നത്. അത് നിലനിൽക്കുന്ന ഘടകങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കാം. എന്നാൽ ആ വെല്ലുവിളിക്ക് വേണ്ടി ജീവിക്കുക എന്നത് സാർത്ഥകമാണ്, സ്വാർത്ഥപരമല്ല. നിങ്ങളും ഞാനും ഒരു ന്യൂനപക്ഷമായിരിക്കാം. നാം അങ്ങനെ ഒരു ന്യൂനപക്ഷമായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നതും. അവിടുന്ന് പറഞ്ഞു, നാം ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് ഒരു ന്യൂന ഘടകമാണ്. ഇറ്റ്സ് റിക്വയർഡ് ഓൺലി in minuscule or in very little quantities. എന്നാൽ അല്പമാത്രമായ ഈ ഉപ്പാണ് ഭക്ഷണത്തിന് പ്രഥമ ഭാഗത്തിന് സ്വാദ് പകരുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ് സഹോദരങ്ങളെ, സ്നേഹമെന്നത് യേശുവിൻ്റെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വിഷയമല്ല, മറിച്ച് നിഷ്കൃഷ്ടമായ കടപ്പാടാണ്. പരിചയക്കുറവ് നിമിത്തമോ ഭാഷയിലുള്ള വ്യത്യസ്തത കൊണ്ടോ സംസ്കാരത്തിലെ, ഗോത്രത്തിലെ, ജാതിയിലെ, മതത്തിലെ ഒക്കെയുള്ള വ്യത്യസ്തത കൊണ്ടോ അവരനെ അന്യനായി കാണുന്നവൻ യേശുവിനെ യോജിച്ചവനല്ല. ഓരോരുത്തരും ഒരു സഹോദരനോ സഹോദരിയോ ആണ്. അവർ എനിക്ക് എൻ്റെ സമയത്തെക്കാളും പണത്തെക്കാളും സൗകര്യങ്ങളെക്കാളും എന്നേക്കാൾ തന്നെയും വിലപ്പെട്ടവരാണ്. ഇതാണ് യഥാർത്ഥ സ്നേഹം.